എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് ഞാൻ കോറയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കോറ റാഗി എന്നും പറയും, കോറ റാഗിയൊക്കെ പറയും. അതുകൊണ്ടൊരു കൂള് ആക്കാം, ജ്യൂസ് ആക്കാം, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അത് ഒരു വെറൈറ്റി ആയിട്ടാണ് അരച്ചിട്ടുണ്ടാക്കാനാണ് കാണിച്ചു തരാം. കോറ 1/4 കിലോ കോറ എത്ര മണി എടുക്കാം, ആവശ്യത്തിന് എടുക്കാം. 1/4 കിലോ കോറ ഉണ്ടതില് 2-3 പ്രാവശ്യം കഴുകി, 4-5 പ്രാവശ്യം നല്ല കഴുകി ഒരു അരമണിക്കൂർ കുതിർത്താണ്ടി അരയ്ക്കാം. പെട്ടെന്ന് അറിയുകയൊക്കെ ചെയ്യും, ഒന്നും കുഴപ്പമില്ല. പാലാണ് പിഴിഞ്ഞെടുക്കുള്ളൂ, പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കുതിർത്തണമെന്നില്ല. കുതിർത്തി മനസ്സിലുണ്ടാക്കാം, കുതിർത്താണ്ടി ഉണ്ടാക്കാം. ഒരു അരമണിക്കൂർ ഇട്ടാലും മതി. ഞാൻ അരമണിക്കൂർ ഇട്ടിട്ടുള്ളൂ. അന്ന് അരച്ചിട്ട് അതിന് പിഴിഞ്ഞെടുക്കല്ലേ അതിന്റെ ജ്യൂസ്, പാല്. അപ്പൊ അതുകൊണ്ട് നല്ല കഴുകി 4-5 ദിവസം നല്ല കഴുകി 1/2 മണിക്കൂർ വളർന്നിട്ടതാണ്. ഇനി അരച്ചിട്ട് തേങ്ങയും ഇതൊക്കെ കൂടെ അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ വെല്ലം കോറ 3 ഉണ്ടാക്കുന്നുള്ളൂ. സിമ്പിളാണ്, ടേസ്റ്റ് ആണ്. ചെറിയ കുട്ടികളിൽ ഇരുന്ന് വലിയൊരു വരെ എന്തിനും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ എന്തൊക്കെ കൂടെ നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം നമുക്ക് നോക്കാം. ആദ്യം 2 ഏലക്കായ ഇടുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ഇടാൻ നിർബന്ധമില്ല. ഒരു മണത്തിന് വേണ്ടി ഇടാണ്. 2 ഏലക്കായ ഇടണം. സിമ്പിളാണ്, ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്കും ഉണ്ടാക്കാം. ചെറിയ കുട്ടികൾക്കൊക്കെ ഇനി പറയില്ല, ഇതറിയാവുന്ന ഒരു പ്രയാസേ ഇല്ല. പക്ഷെ പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഈ കോറ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ മുഴു കോറയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. പൊടിച്ച അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, ഇതാണ് രസം ഉണ്ടാവുക. അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കഴുകിയിട്ടിട്ട് നല്ല കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടിച്ച് അതിൻ്റെ പിഴിഞ്ഞ് അതിൻ്റെ ഇതൊക്കെ എടുക്കാം, ജ്യൂസ് എടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ എങ്ങനെ എടുക്കും അതേ മോഡല്, വേറെ ഒന്നും പ്രത്യേകിച്ചിട്ടില്ല. അപ്പത്തെ വെള്ളത്തോണ്ട് ഒഴിച്ചാ ഒഴിച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഇടാം. ഒരുപാട് വെള്ളം വേണ്ട. തേങ്ങ എത്ര അരമൂടിയോ ഒരു മൂടിയോ ഒരു തേങ്ങ അരമൂടിയോ. പാല് നമുക്ക് എത്ര കൂടുതൽ വേണം കുറച്ച് വേണം അതിന് നമുക്ക് പാലിട ഒഴിക്കാം. തേങ്ങ പാലുണ്ടെങ്കിൽ അത് വെച്ചാലും മതി. അല്ലെങ്കിൽ തേങ്ങ പൗഡർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് ഇട്ടാലും മതി. മറ്റേ പാൽ ഒഴിച്ചാലും മതി. പക്ഷെ തേങ്ങാപ്പാലിനാണ് ടേസ്റ്റ് അധികം. ഞാൻ ഒരു കപ്പ് 1.5 കപ്പോളം തേങ്ങ ഇടുന്നുണ്ട്. കഷ്ണം വെട്ടിട്ട് അങ്ങനെ ഇടാം. അപ്പൊ നമുക്ക് അരച്ചെടുക്കാം. അത് അരച്ചിട്ട് ഇനി എങ്ങനെ പിഴിഞ്ഞ് നോക്കാം നമുക്ക്. ഇതാ അരച്ചപ്പോ ഇങ്ങനെയായി. ഇനി നമുക്കിത് വന്നിട്ട് കുറച്ചും കൂടെ വെള്ളം നല്ലോണം ഒഴിച്ചിട്ട് കലക്കിയിട്ട് ഒഴിക്കണം. അപ്പോഴേ അരച്ചാൽ നല്ല വരുള്ളൂ. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ കുതിർക്കും. കുറച്ച് അടിയിൽ ഊറ വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലാണ്ടും എടുക്കാം. വെള്ളം പോലെ ഉണ്ടാക്കണം നല്ലത്. ജ്യൂസ് മാതിരി ആക്കാം. നമ്മൾ കുറച്ച് കുറുന്നനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ മാറ്റി മറിച്ചൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇത് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കലക്കിയാണ് ഉണ്ടാക്കുന്നത്, കാണിക്കാം. പിഴിഞ്ഞെടുക്കാം. തുണി വെച്ചിട്ടും പിഴിയാം, അരിപ്പയിൽ വെച്ചും പിഴിയാം. നമ്മുടെ ഇഷ്ടമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഈസിയാണ്, ടേസ്റ്റാണ്. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും വയസ്സായവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും. മധുരം ഇറങ്ങി മധുരം മധുരമില്ലെങ്കിൽ ഉപ്പിട്ടിട്ടുണ്ടാക്കാം. വെള്ളം കലക്കി, വെള്ളം അധികമാകുമ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വെള്ളം കലക്കിയിട്ട് ഇങ്ങനെ ഒഴിക്കണം, അപ്പോഴേ എല്ലാം വരുള്ളൂ. ജ്യൂസൊക്കെ ഒഴിച്ചു കൊടുത്തു. നമുക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ല ഇങ്ങനെ കുറേശ്ശെ ലൈറ്റ് ഇളക്കി കൊടുക്കാം. അപ്പൊ അതിനങ്ങനെ ഇറങ്ങിക്കോളും. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി പിഴിയാം. തേങ്ങയിട്ടു, കോറിട്ടു, 2-3 ഏലക്കായ ഇട്ടിട്ടുണ്ട്. ഇനി മധുരം വേണ്ടെങ്കിൽ ഉപ്പിടാം, ഉപ്പിട്ടുണ്ടാക്കാം. പക്ഷെ വെറും കോറുണ്ടാക്കിയ ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല. തേങ്ങാപ്പാല് മറ്റേ പാല ഒഴിച്ചിട്ട് ഉണ്ടാക്കണതാണ് ഇഷ്ടം ഉണ്ടാവുള്ളൂ, നല്ല നല്ല രസം ഉണ്ടാവുള്ളൂ. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചെറിയ വീഡിയോ ആണ്, വലിയ വീഡിയോ ഒന്നല്ല. നമുക്ക് പിഴിഞ്ഞും കൂടി എടുക്കാം. ഇങ്ങനെ കയ്യിലഴിക്കില് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. നമുക്ക് തുണി വെച്ച് പിഴിയാം. നമുക്ക് എന്തൊക്കെ എളുപ്പമുണ്ടോ അതേമാതിരി ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. ഇറക്കി കൊടുത്താൽ
വീണുകൊണ്ടേയിരിക്കും. അടിയിൽ ഇതിന് ജ്യൂസ്. ഇപ്പൊ തേങ്ങാപ്പാലും ആയി, റാഗിയായി, രണ്ടും ആയില്ലേ. നല്ല നൈസായിട്ട് കോറ അരണമെന്നില്ല. കോറ പൊളിഞ്ഞിട്ട് ഇതാവേ വേണ്ടുള്ളൂ. നല്ല പിഴിഞ്ഞു എടുത്തു. ഇനി നമുക്ക് വേണ്ടതെടുത്തിട്ട് കാച്ചാം, കുറുക്കാം. ജ്യൂസ് പോലാണെങ്കിൽ നീട്ടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് തിരിട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. കുറച്ച് നല്ല കുറുക്ക് മാറി വേണമെങ്കിൽ കുറച്ച് വെള്ളം കമ്മിയാക്കിയിട്ട് ആക്കാം. അങ്ങനെ 2 വിധത്തിലാക്കാം. എങ്ങനെ വേണമെങ്കിൽ ആക്കാം. ചക്കര ഇടാം, പഞ്ചസാര ഇടാം, പിന്നെ തേന ഒഴിക്കാം, എന്ത് വേണമെങ്കിൽ ഇടാം. മധുരത്തിന് വേണ്ടിയിട്ട് അത് നമുക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് മാത്രം ഇട്ട് ഉണ്ടാക്കാം. മധുരം വേണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. പാത്രം വെക്കണം. ഇതിലാണ് കാച്ചത്. കുറച്ച് എടുക്കുന്നുള്ളൂ, ഇത്ര വേണ്ട, പകുതി എടുക്കുന്നുള്ളൂ. ഇളക്കി ഒഴിച്ചു കൊടുക്കാം. ഇത്ര മതി. ശർക്കര ഉരുക്കിയതാണ്. നമുക്ക് എത്ര വേണമെങ്കിൽ അത്ര കുറച്ച് കൂട്ടാൻ കുറയ്ക്കാത്ത നമ്മൾ ഇഷ്ടമാണ്. കുറച്ച് തന്നെ ഒഴിക്കുള്ളൂ. ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഉരുക്കി വെച്ചത്. ഒഴിച്ചു കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കോറ ജ്യൂസാണ്. കോറ ജ്യൂസ് എന്ന് പറയാം, റാഗി ജ്യൂസ് എന്ന് പറയാം, റാഗി കൂള് എന്നും പറയാം. അപ്പൊ നമുക്ക് അടുപ്പിൽ വെച്ചു. ഇനി കാച്ചാൻ തുടങ്ങാം. കത്തിച്ചു. എല്ലാവരും വീഡിയോ കാണണം, കമന്റ് ഒക്കെ ചെയ്യണം, അഭിപ്രായം പറയുക. ഇതൊക്കെ ഉണ്ടായി കഴിച്ചു നോക്കണം. വെറൈറ്റിയാണ്. ഇനി തേങ്ങ ചിരവിയത് വേണമെങ്കിൽ ഇടണമെങ്കിൽ ഇടാം. തേങ്ങ ചിരവിയത് വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇളക്കണം, കൈ വിടാണ്ട് ഇളക്കണം. അത് പ്രധാന മുഖ്യമാണ്. അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കുള്ളൂ. ഇങ്ങനെ കുറേശ്ശെ ഇവിടെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തിളക്കണ വരയ്ക്ക്. പാല് വേണമെങ്കിൽ 1 ഗ്ലാസ് പാല് വേണമെങ്കിൽ അത് ഒഴിക്കാം. കുഴപ്പമൊന്നുമില്ല. എല്ലാം തിളച്ച് 2 മിനിറ്റ് 1 മിനിറ്റ് തിളച്ചാൽ മാത്രം മതി. ഒരുപാട് നേരം വേവിക്കണമെന്നില്ല. ഇതാ ആയി, തിള വന്നു. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചുകൂടി കഴിക്കാൻ വേണമെങ്കിൽ ചൂടോടുകൂടെ കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കാം. ഇങ്ങനെയൊക്കെ കഴിച്ചാൽ ടേസ്റ്റോട് കൂടെ കഴിക്കുമ്പോ നമുക്ക് റാഗിയൊന്നും അറിയില്ലേ. കുട്ടികളൊക്കെ ഇതാക്കാം. റാഗിയാണ് പറയാം, ഉള്ളിലേക്ക് വേണ്ട പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായി കൊടുത്താൽ അവർക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. ഇതെന്താ സംഭവം എന്ന് കണ്ടുപിടിക്കാൻ നല്ലതാണ്. കറക്റ്റാണ്. ഇനി വേണമെങ്കിൽ ഇനി നല്ല കുറുക്കണമെങ്കിൽ അങ്ങനെയും കുറുക്കാം. അത്രയുള്ളൂ, പണിയുള്ളൂ. ഈസി ആയിട്ടുള്ള പണിയാണ്. തിള വന്ന് വരണം. തിളച്ചു. നമ്മുടെ റാഗി റെഡിയായി. ചുടുന്നനെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ഫ്രിഡ്ജിൽ വെച്ച് കൂളിംഗ് ആക്കിയിട്ട് അങ്ങനെയും കഴിക്കാം. ഇതാ അപ്പൊ അങ്ങനെ നമ്മുടെ റാഗി കൂള് റെഡിയായി. റാഗി ജ്യൂസ് എന്ന് പറയാം. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക. റെഡിയായി. സൂപ്പറാണ്. വളരെ ടേസ്റ്റും മണമാണ്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.